ഹായ് ഗുഡ് മോർണിംഗ്. നമ്മളെ സുപ്പാറയിലെ നെക്സ്റ്റ് ഡേ ആണിത്. രാവിലെ നമ്മൾ എണീച്ചു, ഡ്രസ്സെല്ലാം ചെയ്തു. ഇപ്പോൾ നമ്മൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുക. നമുക്കിവിടെ ശരിക്കും പറയുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് 9 മണിക്കാണ്. അപ്പം രാവിലെ സത്യം പറയുകയാണെങ്കിൽ 8:30 ഒരു ലേശം ഒരു വെളിച്ചം വെച്ചത്. അപ്പം നമ്മൾ കുറച്ച് നേരത്തെ എണീച്ചു വന്ന് റൈസ് കഥ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ശരിക്കും ഞാൻ വിചാരിച്ചു സാധാരണ നമ്മൾ ടൈം നോക്കിയിട്ടുണ്ടായിരുന്നത് ഞാൻ 6:30 ഒക്കെ ആകുമ്പോൾ എഴുന്നേറ്റു. പക്ഷേ പുറത്ത് നോക്കുമ്പോൾ ഫുള്ള് ഇരുട്ട്, ഫുള്ള് ഡാർക്ക്. ഞാൻ വിചാരിച്ചു എത്ര നേരത്തെ എണീക്കുന്നത് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് എണീച്ചിട്ട് എനിക്കൊരു ശല്യമായി. ഈ സമാധാനമേ തന്നില്ല. പിന്നെ എണീച്ച് വേറെ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ നമ്മൾ റെഡി ആവുകയാണ്. 9 മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ അതിന് മുമ്പ് കുറച്ച് ഫോട്ടോസും ഡ്രസ്സൊക്കെ എടുത്തൊന്ന് സെറ്റ് ആവണം. നമ്മൾ ഏതാണ്ട് 11 ആയോ? ഇല്ല, 10 രൂപയായി. നമ്മൾ റൂമൊക്കെ ക്ലോസ് ചെയ്തു. എന്നിട്ട് ഫുഡ് കഴിക്കുമ്പോൾ 11 മണി വരെ ഫുഡുള്ളൂ. അറിയാമല്ലോ നമ്മളെപ്പോഴും ലേറ്റാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. സെനാസ് ബ്രോ എന്തായോ എന്തോ. കമോൺ ലെറ്റ്സ് ഗോ. ബിജു നോക്കി നടക്കണേ, വീണ്ട. നമ്മൾ നൈറ്റ് കാണിച്ച റൂം. നല്ല തണുപ്പുണ്ട്. സെനാസ് ബ്രോ അങ്ങനെ എല്ലാവരും എത്തി. നമ്മളിതാ ഫുഡ് കഴിക്കാൻ പോവാണ്. ഞാനേ കൈ നയ്യണ്ട, ഗ്ലൗസ് ഊരിയിട്ട് ഫുള്ള് റെഡായിട്ടുണ്ട്. അടിപൊളിയില്ല. മക്കളെ നോക്കി നടന്നോളി. ആദ്യം ഞാനേക്ക് പോവുക. ഇതാരെ വരുന്നേ? ഐശോടെ, ഐശു ഐശു ഹായ്. ദേ സെറും വരുന്നു. സെർ കമോൺ കമോൺ. എവിടെ? എല്ലാവരും ഒരേ മാതിരി ഉണ്ടാവും. നമ്മൾ ഇന്നലെ കണ്ടത് നൈറ്റ് വ്യൂ, ഇത് ഡേ ടൈം. വിജയ് നോക്കി നടക്കണേ. എന്താ ഭംഗിയല്ലേ? ഭംഗിയുണ്ട്, പക്ഷെ ആസ്വദിക്കാനുള്ള ശേഷിയില്ല. എന്താ ചെയ്യാ? ഹലോ, സ്ലിപ്പാന്നുണ്ടേ. ഞാനിതൊരു പോക്കുണ്ട്. വീഴുന്നുണ്ട്. വണ്ടിയിൽ നിന്ന് പോകുന്നുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടാ. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് കഴിയണ്ടല്ലേ സനാസ എടുത്ത് പോകണമെങ്കിൽ? വണ്ടി സ്റ്റാർട്ട് ചെയ്ത് 10 മിനിറ്റ് ഉണ്ടല്ലേ എടുത്ത് പോകണമെങ്കിൽ? ആ ശരിമാ. ഹായ്, ഗുഡ് മോർണിംഗ്. ഹലോ. എന്താണ് സ്ലിപ്പ് ആകുന്നുണ്ട്. നല്ല ഉറപ്പിച്ച് ചവിട്ടിക്കാം. മെല്ലെ മെല്ലെ വെച്ചാൽ മതി. ഓ കയ്യിൽ സെനാസ് ഓഫ് റോഡാണ്. ഓഫ് റോഡ് വേണ്ട. സെനാസേ സെനാസ് മറ്റേ ഡെസേർട്ട് ഡ്രൈവ് ഇത് സ്ട്രോളർ കൊണ്ട് മഞ്ഞിൽ ഓഫ് റോഡാണ് പരിപാടി. വേണ്ട പിടിച്ചേ. ആ സൈഡ് പിടിച്ചു. ആ സൈഡ് അവസാനം ഞങ്ങൾ ഓഫ് റോഡ് മതി. വേറെ രക്ഷയില്ല. രാജാക്കന്മാരെ കൊണ്ടുവന്നിരിക്കുന്നു. ഇനി ഓക്കെ ആയിരിക്കും. ഓക്കെന്താ പ്രശ്നം? ഓക്കെ ഇരുന്നാ പോരെ.
കയറിയോ ബാക്കിയുള്ളവർ കയറിക്കോളൂ. Sir, come on, let's go. Say hi. Morning. പിടിച്ചോ. Morning. What's the number of the room? 10-11. Would you show me the key, please? Sure. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കീ കാണിക്കാം. Thanks very much. Please come in. Please come in. Thanks very much. Yeah. Thank you. Hey. നമുക്ക് അവിടെ ഇരിക്കാം. അവിടെ ഇരിക്കാം. എവിടെ? അവിടെ ഇല്ല, ഇവിടെ ഇല്ല. ഫിഷാണത്? ഫിഷാണല്ലോ. ഇതിങ്ങനെ എങ്ങനെ കഴിക്കും? പൂരി ഉണ്ട്, പൂരി സംഭവം നമ്മൾ പൂരിയുടെ സെയിം ടേസ്റ്റ്. നമ്മൾ വാങ്ങിക്കുന്ന സാധനം ഷെമ്പുണ്ട്, ഹോട്ട് ഡിഷ്, പിന്നെ ജ്യൂസ് ഐറ്റംസ് ഉണ്ട്. പിന്നെ വേറെ മാറി ഹോട്ട് tea or Yes, tea. Boiled water. This way. yeah, okay. This one boiled water. It's two. Both. Yeah. Thank you. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നാസർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഹലോ, ഫസ്റ്റ് ഇത് ട്രൈ ചെയ്യാം. ചിക്കൻ്റെ ഐറ്റം തോന്നുന്നു അല്ലേ? പറയൂ, എന്താ സാധനം? സോസേജ് അല്ലേ? നമ്മൾ ശരിക്കും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ 9 to 11 ആണ്. നമ്മൾ വന്നപ്പോൾ ഒരു 45 ഒക്കെ ആയി, അതായത് 10:45 ഒക്കെ ആയി. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു. ശരി, നമ്മൾ ഫുഡ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടില്ല. ഓക്കെ, ഇവിടെ നോക്കാം. നമ്മൾ ഇത് ഫുഡ് എടുത്ത സ്ഥലം കണ്ടോ? ഇവിടെ നമ്മൾ ഫുഡ് എടുത്ത് കറക്റ്റ് ടൈമിന് ഒരു 11:10 ആയപ്പോൾ കംപ്ലീറ്റ് ഒരു പൊടി പോലും കണ്ടത്. അനിസ്പാൻ്റെ പരസ്യം പോലെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. കംപ്ലീറ്റ് ക്ലീനപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുഡ് ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യാം, കറക്റ്റ് ടൈമിന് വരിക. അപ്പോൾ അവർ നമ്മളെ വെയിറ്റ് ചെയ്യുന്നില്ല. ടൈം ആകുമ്പോൾ അവർ ക്ലോസ് ചെയ്തിട്ട് പോകും. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കാം. ഓക്കെ, നമ്മളങ്ങനെ ഫുഡ് കഴിച്ചു. റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങാം. ഇനിയിപ്പം ഏകദേശം നമുക്ക് 12 മണിക്കാണ് ചെക്കൗട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കണം. ഫിജ് വരുന്നു. ഫിജ് വളരെ സെറ്റപ്പിലാണ്. നൈസ്. അങ്ങനെ നമ്മൾ ശരിക്കും 2 ദിവസത്തേക്കായിരുന്നു ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളെ ഫ്രണ്ടിൻ്റെ സനാസ് ബ്രോ അല്ലേ, അപ്പോൾ അവനെ ചെറിയ മൂക്ക് ഭയങ്കര ഇതിൽ നിൽക്കാൻ പറ്റില്ല, അത്രയും നല്ല തണുപ്പോൾ അവിടെ. അപ്പോൾ നമ്മൾ ചെന്നായിരുന്നു ഇന്ന് ഇവിടുന്ന് നമ്മളോട് 2 ദിവസം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത് പറഞ്ഞ് റീഫണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ട് പോവാണ്. വണ്ടി വന്നിട്ടുണ്ട്, ലഗേജെല്ലാം ലോഡ് ചെയ്തു. സോ നമ്മൾ പോവാണേ ഗൈസ്. ബ്രോ, ലെറ്റ്സ് ഗോ.
ലെറ്റ്സ് ഗോ. നമ്മളപ്പോൾ 2 ദിവസത്തിൽ ബുക്ക് ചെയ്തു. അപ്പോൾ ഒരു 30% പിടിച്ചിട്ട് ബാക്കി പേയ്മെൻറ്റ് റിട്ടേൺ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ചെക്കൗട്ട് ചെയ്തു, ലഗേജൊക്കെ ലോഡ് ചെയ്തു. കുറച്ച് താഴത്താണ് റിസപ്ഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ നേരെ റിസപ്ഷനിലോട്ട് വന്നതാണ്. സെനാസ്ബോ വെഹിക്കിളുണ്ട്, നമ്മുടെ ഹസൻ ബോയ് ഉണ്ട്. ഓക്കേ, നമ്മളെ മജ്ലിസ് പോലത്തെ സംഭവമാണ് ഇവിടെ ട്രഡീഷണൽ. നമ്മൾ തിരിച്ചു പോകും. ഇന്നലെ അവിടെ കയറാൻ കഴിഞ്ഞില്ല, ടൈം ഉണ്ടായില്ല. അപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ചു പോകുമ്പോൾ എന്തായാലും കയറാമെന്ന് പറഞ്ഞു. നമ്മളെ ഡ്രൈവറും ഓടിപ്പോയിട്ടുണ്ട് ക്യൂ നിൽക്കാൻ. കാരണം കുറേ പേരുള്ളത് കൊണ്ട് ഒരുപാട് സമയം പോകണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി നേരം മുന്നിൽ പോയിട്ടുണ്ട്. ചെറുത് ഓടിപ്പാഞ്ഞ് നടക്കുന്നതാ ചെറുമ. സെനാസ് ബോധം അവിടെ ഉണ്ട്. പോകല്ലേ? പുള്ളിയാണ്. Like this? Like this? Huh? No. Huh? Like this. Like this? Okay. Өз жақпарынан тұрып кетпесін байке. Балам өте Don't go, okay? Бұттыда көтер парсын шыш баласыдан жүрбей. Бұттында көтер. What happened? Көтер. Yeah. നമ്മളിപ്പം ഈ ഒരു സ്കീം ചെയ്യാൻ പോവാണ്. പുറത്ത് പോകുമെന്നറിയില്ല. ബാക്കിയുള്ള എല്ലാവരും ബാക്കിൽ വരുന്നുണ്ട്. അടിപൊളിട്ടാ ഫുള്ള് സെറ്റ് ചെയ്താണ്. Come on. Woohoo. പൊളിയായിരിക്കട്ടാ, പൊളി എക്സ്പീരിയൻസ് ആയിരിക്കുന്നു. ഈ സാധനം ഉണ്ടല്ലോ, നമ്മൾ ഏറ്റവും മുകളിൽ കൊണ്ടുപോകും. മുകളിൽ കൊണ്ടുപോയിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരുമിച്ച് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോവുക, ജോയിൻ ചെയ്തിട്ട്. അപ്പോൾ അടിപൊളിയായിരിക്കും. അങ്ങനെയുണ്ട് നോക്കാം എന്തായാലും. ഇടിഞ്ഞ് പൊളിച്ച് വീട്. എനിക്ക് ഫെജുവിൻ്റെ കാര്യത്തിൽ കുറച്ച് പേടിയുണ്ട്. കാരണം കൈക്ക് ഓൾറെഡി ചെറിയ സർജറി കഴിഞ്ഞതുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡിനെ. അപ്പം വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുന്ന വിചാരിക്കുക. പുറത്ത് തെറിച്ച് പോകാതിരുന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ ഓക്കെ. നോക്കൂ, അടിപൊളി. എത്തിയില്ലല്ലേ, കുറേ അങ്ങ് പോകാനുണ്ടല്ലോ. ജോ നോക്കിയാൽ ഫുള്ള് സ്നോ ആണ്. നമ്മളെവിടെ എത്തിയാവോ? ഞാൻ കുറച്ച് ഏറ്റവും മുകളിലായിട്ടുള്ളത്. അതിൻ്റെ ബാക്കി എല്ലാവരും താഴോട്ടാ. സെനാസ് കൊണ്ട് ഫെച്ചുണ്ട്, എല്ലാവരും ഉണ്ട്. Will you get down? Okay. Yeah. Yeah. Now we are all together. Together? Yeah. Okay. Куда стань? Yeah.
അപ്പോൾ ഞാനിവിടെ എത്തി. അടുത്ത് ഫെജു വരുന്നുണ്ട്. ഫെജു അവിടെ ഇരുന്നോ? ഇവിടെ എത്തിയിട്ട് എണീക്കണേ. ഐ ഷുഡ് ഹെൽപ്പ്. വേഗം നിൽക്കില്ല അറിയുന്നോ? ആ നീച്ചോ സപ്പ് അത് പിടിച്ചു രണ്ട് പിടിച്ചു. ഐഷ ഐഷ ആ മെല്ലെ ഇറങ്ങിക്കോ മെല്ലെ ഇറങ്ങിക്കോ. എന്നാ കൈ പിടി. ഐഷു ഒന്ന് എടുക്കേ. ഞാൻ സനാസ്മോനെ അത് തള്ളിപ്പോല പിടിക്ക്. ഹസൻ കമ്മിങ്. ഹസൻ വാട്ട് ഡൂയിങ്? നമ്മൾ പോവാണേ. എല്ലാം പിടിച്ചോ പെച്ചോ. നിന്റെ റൈറ്റ് ഹാൻഡിൽ പിടിക്കണം ഗൈസ്. നമ്മളിതോ പോവാണ് ഗൈസ്. കാല് നോക്കി. പിടിച്ചിരുന്നോ? ശർമ്മ പിടിക്ക്. പോയി സീനാണ്. ഇത് മതി. എന്റെ കാര്യം പോയി. വേണിക്ക് കാല് പോയി. കാലിടിച്ചടാ അവിടെ. കാലിടിച്ച് ഗൈസ്. എല്ലാം ഇന്റെ കാല് വികലാങ്ങനെ ഞാൻ. അങ്ങനെ കാലിൽ പരിക്ക് പറ്റി. അതിൻ്റെ ഇടയ്ക്ക് മൈക്ക് വീണുപോയി. മൈക്ക് ഫുള്ള് ഞാൻ ഇവിടെ താഴെന്ന് മേലെ വരെ നടന്ന് തിരിച്ചവിടെ താഴെ വരെ നടന്ന്. പിന്നെ താഴെ പോയിട്ട് ഗൂഗിൾ ട്രാൻസ്ലേഷൻ വെച്ചിട്ട് ആളെടുത്ത് ചോദിച്ചാൽ അവിടെയുള്ള ആൾക്ക് സ്റ്റാഫിൻ്റെ അടുത്ത്. അപ്പോൾ അവൻ പറഞ്ഞ് ഒരു കാര്യം നിങ്ങളെ ഈ വന്നൊരു സാധനമില്ല ഇതിനുള്ളിൽ തപ്പം പറഞ്ഞു. ഫുള്ള് പരിചയപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് വെറുതെ നടന്ന് 2 റൗണ്ട്. അതുകൊണ്ട് എന്തായി കാലിൻ്റെ പെയിനങ്ങ് പോയി. നമ്മൾ വരുമ്പോൾ എയർപോർട്ടിൽ നിന്ന് കണ്ട ആ ടീം 2-3 സ്ഥലത്ത് പോയപ്പോൾ അവിടെ തിരിച്ച് കണ്ടിട്ടുണ്ട്. എവിടെ നാട്ടിലെവിടെ നിങ്ങൾ? തൃശ്ശൂർ അല്ലേ. വേറെന്തായിരുന്നു? ഗൗരി. മോളെ പേര്? ഹലോ മോളെ പേരെന്താ? പേര് അറിയില്ല? അപ്പോൾ നമ്മൾ വീണ്ടും നെക്സ്റ്റ് റൗണ്ട് പോവാണ്. മൈക്കൊക്കെ തിരഞ്ഞ് തിരിച്ച് കിട്ടി. Yeah, bro, inform him cap is there in the track. എടാ ഈ പ്രാവശ്യം വേക്കിൽ പോവാ. ഫ്രണ്ടിലോട്ട് വീഡിയോ എടുക്കാം. ഇങ്ങനെ വീഡിയോ എടുക്കാം. ഇതാ ഫെജു കയറിയിട്ടുണ്ട്. I'll go last. സിസ്റ്റർ ആ കാലിങ്ങനെ ക്ലോസ് ചെയ്ത് ചോൻ പറഞ്ഞാൽ മതി. ആ ക്ലോസ് ചെയ്തു അല്ല അങ്ങനെ മടക്കിയിട്ട്. കമ്മിങ് ഓക്കെ. ഓ ദിസ് സ്മോൾ ഇറ്റ്സ് ലൈക്ക് സ്മോൾ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, മൈക്ക് അങ്ങ് ഊരി വെച്ചു. പോസ്റ്റുമുള്ള മൈക്ക് മാത്രമേ ഉള്ളൂ. ഹസൻ കമ്മിങ്. അതേപോലെ ഫെജുവിൻ്റെ ക്യാപ്പ് ട്രാക്കിൽ പോയിട്ടുണ്ട്. കിട്ടുമോ ആവോ? എന്തായാലും ഇങ്ങനെ ഇരിക്കും. ഇവിടെ പിന്നെ പ്രശ്നമില്ല. പക്ഷെ അവിടെയാണ് സീൻ. കാലിങ്ങനെ വെച്ചുകൊണ്ട് തട്ടി
കടുകണ ഇങ്ങനെ വെക്കും ഞാൻ എനിക്ക് പോകും എങ്ങനെ ഇത് കാല് ഞാൻ നന്നായിട്ട് ക്രോസ് ചെയ്ത് നോക്കണം. ഞാൻ കുറച്ച് ഇങ്ങനെ വെച്ച് അതുകൊണ്ട് കാല് പോയി സൈഡിലിടിച്ചിട്ട് നല്ല പെയിൻ പോയി. നമ്മൾ നെക്സ്റ്റ് റൗണ്ട് പോവാം കേട്ടോ. ബ്രോ ക്യാപ് ഇതോളെ ദേവോണേ എന്റെ കാല് പോകല്ലേ പഠിച്ചോനെ. മുമ്പിൽ കാല് നോക്ക സമാട്ടിയേ കാല് നോക്കണി കാല് മടക്കി വെക്ക് സമ്മതോടൊപ്പം പറഞ്ഞു ഓക്കെ അല്ലേ എടി ഓക്കെ അല്ലേ എടി ഓക്കെ അല്ലേ ഓക്കെ നമ്മൾ ലാസ്റ്റ് റൗണ്ട് പോകുന്നു. നമ്മളിപ്പോൾ ഒരു 2 റൗണ്ടോടെ അടിച്ച് ശരിക്കും 5-6 റൗണ്ട് അടിക്കാനുള്ള ടൈം ഉണ്ടായിരുന്നു. ഞാൻ മൈക്ക് പോയതുകൊണ്ട് അത് തപ്പി താഴെ നിന്നാണ്ടാ അങ്ങ് എൻഡിൽ അവിടെ നിന്ന് തൊട്ടിട്ട് നമ്മൾ മുകളിൽ ഇതാ അങ്ങണ്ട എൻഡിൽ നമ്മൾ കയറുന്ന സ്ഥലം അവിടെ വരെ നടന്ന് അത് കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ചും താഴെ വരെ നടന്ന്. ഓക്കെ ലാസ്റ്റ് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഗൂഗിൾ ട്രാൻസ്ലേഷൻ എടുത്തിട്ട് നമ്മുടെ അവിടെ ചങ്ങായി ഇരിക്കുന്നുണ്ട് നമ്മുടെ ഇതിൻ്റെ സ്റ്റാഫ്. അപ്പോൾ പുള്ളിക്കാരനത് ചോദിച്ചു. പുള്ളിക്കാരൻ പറഞ്ഞ് ഒരു കാര്യം നിങ്ങൾ ഈ ട്യൂബില്ല അതിൻ്റെ ഉള്ളിൽ നോക്കി അതിലുണ്ടാവുന്നുണ്ട്. അതേപോലെ ട്യൂബിൻ്റെ ഉള്ളിൽ നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അങ്ങനെ വെറുതെ ഒരു റൗണ്ട് മേലെങ്കിൽ താഴേക്ക് നടന്നു പറയാം. പിന്നെ പിന്നെ നെക്സ്റ്റ് റൗണ്ടിൽ വന്നിട്ട് ഫെജുവിൻ്റെ ക്യാപ്പാണെങ്കിൽ പാറിപ്പോയി. പിന്നെ ഫെജുവിൻ്റെ ക്യാപ്പ് പിന്നെ നമ്മളെ ഹസൻ ഗൈഡ് പുള്ളിക്കാരൻ എടുത്തുകൊണ്ട് വന്നു. അതും ഏതാണ്ട് ഈ ഭാഗത്ത് പകുതിക്ക് ഇവിടെയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് റൗണ്ടാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ബിഷ്കേക്കിലേക്ക് വിടും. ഫിനിഷ് ചെയ്തു. ഇവിടെ വന്നാൽ മതി. ഇവിടെ ആൾ എഴുതാനിരിക്കുന്നുണ്ട്. ഇവിടെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോകാം. ഹേയ് സലാം ബ്രോ സെൻ ബ്രോ. Did you enjoy? Yeah, I enjoy. Actually, we can go tomorrow, but before we check in the tube. Yeah. But it's good, huh? Nice. It's good. So the place? Changurchak. Yeah. Changurchak. Yeah. Okay. See you. ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് ബിഷ്കേക്കിലോട്ട് പോവാണ്. അവിടെ നമുക്ക് 1-2 സ്ഥലങ്ങൾ കാണാം അല്ലേ? അടിപൊളി അടിപൊളി. സോ നമ്മൾ അവിടുന്ന് തിരിച്ച് ഇതവിടെ ബിഷ്കേക്കിൽ എത്താനായി. നമ്മളിവിടെ റെസ്റ്റോറൻറ്റിൽ വന്നാണ്. ഇവിടെ നിന്നാണ് ഇന്ന് ഫുഡ് കഴിക്കുന്നത്. ഇവിടെ നിന്നാണ് നവത് എന്ന് പറഞ്ഞിട്ട് നവത്. Yeah, it's Kyrgyzstani dishes, right? Yeah. Traditional, national. Yeah. So we will try national dish. Okay. എൻ്റെ ലെഗിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ നല്ലൊരു പെയിന് കാണുന്നുണ്ട്. See?
Yalla. Muhammad, Ah. it's so late. Maybe we can Yeah, we go. Boş Bazar. Ah. Because the sun is ബൈ. സോ നമ്മളങ്ങനെ ഇന്ന് താമസിക്കുന്നത് ഇവിടെയാണ്, സോഫിയ ഇൻ്റർനാഷണൽ. സോ നമ്മൾ ഹോട്ടലിലെത്തി. ഓൾ പാസ്പോർട്ട്. യാ സനസ് ബ്രോ. സനാസ് ബ്രോ, പാസ്പോർട്ട് ബാക്കി കൊടുക്കും, എല്ലാം കൊടുക്കാൻ, പാസ്പോർട്ട് എല്ലാവർക്കും കൊടുക്കാൻ. ഇന്ന് കുട്ടികൾ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. എന്താ എനിക്ക് കാല് നടക്കാൻ ചേട്ടാ, ഈ സ്റ്റൂ അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ റെഡി ആവുമായിരിക്കും. സൂപ്പർ കേട്ടോ. നമ്മളിതിൻ്റെ ഹോട്ടലിൻ്റെ ബ്ലൂ പ്രിൻ്റ് നോക്കാം. ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത്. സനാസേ, ഡ്രോൺ ഷോട്ടാണ്. ഇതോടെ ഒരുത്തൻ ഇവിടെ വീണെടുക്കുന്നുണ്ട് മുകളിൽ. അപ്പം നമ്മളെ ബുക്കിങ്ങിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. നമ്മളിവിടെ ബുക്ക് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ബഫറ്റ് ഇല്ലെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ആകെപ്പാട് അവർ തരാൻ പോകുന്നത് എഗ്ഗാണ്. എഗ്ഗ്, മിൽക്ക്, പിന്നെ റൈസ്. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. സോ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് വേറൊരു റെസ്റ്റോറൻറ്റ്, ലുലു ഇൻ്റർനാഷണൽ പറഞ്ഞിട്ടൊരു വേറൊരു ഹോട്ടലിലോട്ട് പോവാണ്. എനിക്ക് നേരത്തെ ലെഗിന് പറ്റി നല്ല പെയിൻ ഉണ്ട് കേട്ടോ, നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ഇനി റൂമിൽ പോയി നോക്കണം എന്താണ് അവസ്ഥ എന്നുള്ളത്. നമ്മൾ ഫസ്റ്റ് ബുക്ക് ചെയ്ത ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. നാളെ ന്യൂ ഇയറിൻ്റെ എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നതുകൊണ്ട് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലെങ്കിൽ പറ്റില്ല. അപ്പം നമ്മളെന്ത് ചെയ്യുന്നു, അടുത്തൊരു ഹോട്ടലിലോട്ട് വന്നു. ഹോട്ടൽ നമ്മളിപ്പോൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത് ഹോട്ടൽ ലുലുവിലാണ്. അടിപൊളി റൂമൊക്കെ നല്ല സ്പേസസാണ്. നമ്മളിപ്പോൾ കംപ്ലീറ്റ് സാധനമൊക്കെ വലിച്ചിട്ടതാണ് വന്നിട്ട്, അറേഞ്ച് ചെയ്തില്ല. നല്ല ബെഡൊക്കെ വലിയ നല്ല സൈസ് ബെഡ്, അടിപൊളിയായിട്ട് ഉറങ്ങാൻ പറ്റും, നല്ല റെസ്റ്റ് എടുക്കാൻ പറ്റിയ റൂം. അപ്പോൾ നമ്മൾ ഇപ്പം സിറ്റിയിലോട്ട് ഇറങ്ങുകയാണ്, ബിഷ്കെക് സിറ്റിയിലോട്ട്. നൈറ്റിൽ കുറച്ച് ഷോപ്പിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി നോക്കാം. പിന്നെ മോസ്ക് പോകണമെന്നുണ്ട്, അവിടെ ഗ്രാൻഡ് മോസ്ക്. ഇവിടെ ക്ലോസ് ആയിട്ടുണ്ടോ എന്താണെന്ന് അറിയില്ല, എന്തായാലും പോയി നോക്കാം. നമ്മൾ ഗൈഡ് കുറേ നേരം വെയിറ്റ് ചെയ്യുന്നുണ്ടായ. ലെറ്റ്സ് ഗോ. ഇപ്പോൾ ടൈം വന്നിട്ട് 7:13. ലെറ്റ്സ് ഗോ. നമ്മളിറങ്ങാം. I already had. Come. നമ്മളെ ഗൈഡ് കുറേ നേരം വെയിറ്റ് ചെയ്യുന്നു. എന്തായാലും പോയി നോക്കാം. ചിലപ്പോൾ നമുക്ക് വാഷിംഗ് ബസാറൊന്നും പോകാൻ പറ്റണ്ടാവില്ല, നേരത്തെ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. എന്തായാലും പോയി നോക്കാം. അല്ലെങ്കിൽ പോകാൻ പറ്റുന്ന സ്ഥലത്ത് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ പോകാം. ലഭിച്ചു. ഹായ്, നമ്മൾ പോവാണ് ഒരു നൈറ്റ്. പോണേ നമ്മൾ എന്നോട് ഒരുങ്ങി ഇറക്കാൻ പറഞ്ഞു. ഞാൻ എന്തായാലും പോയി നോക്കാം. നമ്മളെ പാവുണ്ട് നമ്മളെ ഗൈഡ്. കുറച്ച് നേരം 1 hour ഏതാണ്ട് വെയിറ്റ് ചെയ്യുന്നു. നമ്മൾ ഈ കാലിന് ചെറിയൊരു പരിക്കറ്റി പറഞ്ഞില്ലായിരുന്നു, അത് നല്ല പെയിൻ ഉണ്ട്. അപ്പം ഒന്ന് ടൈഗർ മാവ് പുരട്ടി, അതെൻ്റെ കയ്യിലുണ്ടായിരുന്ന ടൂളതാ, അത് പുരട്ടി പെയിന്. പിന്നെ ഒരു പാൻഡോൾ എടുത്ത് പിന്നെ ഒന്ന് ചൂട് പിടിച്ച് 2 ആഴ്ച അല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ ഏകദേശം കുറവുണ്ട്, നടക്കാനൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്തായാലും പുറത്തിറങ്ങുന്നത്. അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിപ്പോയി, 1 മണിക്കൂർ നടന്നാൽ 1 മണിക്കൂറായിപ്പോയി.
കാരണം ചെറിയൊരു പെയിനുണ്ട് നടക്കാൻ. ഇപ്പോൾ തണുപ്പുണ്ട് കേട്ടോ, നല്ല കുഴപ്പമില്ലാത്ത തണുപ്പുണ്ട്. ഇതാണ് നമ്മളെ ഹോട്ടൽ കേട്ടോ, ലുലു. അടിപൊളി, നമുക്ക് നല്ല അടിപൊളി ബെഡ് കാര്യങ്ങൾ, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. നന്നായിരുന്നു കിടന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ മുമ്പ് പോകുന്നുണ്ട് ചെറിയൊരു മോളെ കണ്ട ഐശു 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 ഇതേ ഐശു ഇതേ ചെറുത്. ഐശുവിന് അവിടെ നിന്ന് തണുപ്പ് ഭയങ്കര ബുദ്ധിമുട്ട്. സോ അങ്ങനെ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അവിടുന്ന് ചേഞ്ചായി, റൂം ചേഞ്ചായി ഇവിടെ വന്നു. നമ്മളിപ്പോൾ വന്നത് ഇവിടെ ബിഷ്കെക്കിലെ ഗ്രാൻഡ് മോസ്കാണ്. ഇവിടുത്തെ വലിയ മസ്ജിദ് കാണിച്ചു തരാൻ നോക്കോ. ഗ്രാൻഡ് മോസ്ക് പോയി ഞങ്ങൾ ലാസ്റ്റ് മിനിറ്റിൽ എത്തിയത്. എന്തായാലും അവിടെ കാണാൻ പറ്റി, ഉള്ളിൽ കയറാൻ പറ്റി ഭാഗ്യം. ജസ്റ്റ് ഉള്ളിൽ കയറി അന്ന് 5 മിനിറ്റ് നമ്മൾ ലൈറ്റ് ഓഫായി, കാരണം കംപ്ലീറ്റ് നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ. പിന്നെ നമ്മൾ പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നു. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ വന്നത് സൂം എന്ന് പറഞ്ഞ മാളിലാണ്. ഇത് കഴിഞ്ഞാൽ നേരെ തൊട്ടടുത്ത് ഗും എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു മാളുണ്ട്. ഇവിടെ സ്ട്രീറ്റ് ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ സ്വീറ്റ് കോൺ, പിന്നെ നമ്മളെ റോഡ് സൈഡിൽ കുറേ നാട്ടിൽ കിട്ടുന്ന പോലെ കുറേ ഐറ്റംസുകൾ. പ്രായമുള്ള അങ്കിൾ നിന്നിട്ട് വിൽക്കുന്നുണ്ട്.
Спросите, почему This is new Tsum. ന്യൂ This സൂം is new Tsum. യാ This is old Tsum. ഓക്കെ This is old. This is new. അപ്പം സൂമിൻ്റെ രണ്ട് പാട്ടുണ്ട്. ഒന്ന് ഇത് ന്യൂ സൂമാണ്, അത് വേണ്ട. നമ്മളും പോകുന്നത് നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കാണുമ്പോൾ ഷെജു ഈ സംഭവമാണ് ന്യൂ സൂം. നമ്മൾ പോകുന്നത് ഇപ്പം ഓൾഡ് സൂം, അതിലാണ് നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുക എന്ന് പറയുന്നത്. ഞാൻ നമുക്ക് പോയി നോക്കാം. ഒട്ടഹുണ്ട്. സോണി ഇവിടെ ഇലക്ട്രോണിക്സിൻ്റെ ഷോപ്പാണ്. ഫ്രിഡ്ജ്, ടി വി ലാപ്ടോപ്പ് ഉണ്ട്. വലിയ മാർക്കറ്റാ. ടി വിൻ്റെ ഓരോന്നിൻ്റെ ഓരോ ഇലക്ട്രോണിക്സിൻ്റെ ലാപ്പിൻ്റെ ബാഗ്. Osh Market. In Osh Market, you Yeah. can find this. Yeah. ദീസ് ഐറ്റംസ്. But നമുക്ക് നേരെ ഓഷ് മാർക്കറ്റിൽ പോകാൻ പറ്റിയിട്ടില്ല. നാളെ പോകാൻ there are പറ്റുമോ? different price. About price, this is so cheap. No. This expensive. Here expensive. ഇവിടെ എക്സ്പെൻസീവ് ആണ്. Yeah. It's good, huh? This is Timuçin. Timuçin, you know? No, I don't know. Timuçin is Chinggis Khan. Let me try. Kaç lira dedin? 6.000'den 5.000 diyorum. Oh, maşallah. It's good, huh? It's good, yeah. It's 6,000. This original? Fox. Yeah, this Fox. Real one? Really? Oh. ഫോക്സിൻ്റെ തോല് ഒറിജിനൽ സാധനം. ഇത് ഇവരെ, പക്ഷെ ഇത് വലുതാണോ? അങ്ങനെ വലുതാണ്. It's big, yeah. Yeah. Big. ഈ ഒരു ഇവരൊരു കൾച്ചർ പ്രകാരേ ആ. ഈ സാധനം നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഹാങ് ചെയ്ത് വെച്ചാൽ അവിടെ പിന്നെ എന്താ പറയുക ഈവിളായി ഒന്നും കിട്ടൂല എന്നുള്ള സംഭവം വിശ്വാസം. അവരെ വിശ്വാസം. ഹസൻ ഓരോന്ന് എടുക്കുന്നുണ്ട്, നോക്കട്ടെ എന്താ സംഭവം. What is this? What is this, Hassan? Kyrgyzstan. This like bottle, yeah, like bottle. Battle. Yeah. Our mother, our friend, our fathers, they will take, they Knife. will use like this, yeah, This knife. yeah. Yeah. You can put here your. Muhammad, Huh? you can take with this water and drink. Yeah. TV, radio. It was maybe 1097 maybe, yeah. Model. Yeah. Oh. Oh, Burj Khalifa. So all things, yeah. It's like Burj Al Arab. Oh, is camera? ഇതുണ്ടോ പഴയ മോഡൽ ക്യാമറകൾ. This is also this camera. This camera I have it before in my home. കിർഗിസ്ഥാനി ട്രഡീഷണൽ ഐറ്റംസ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മാൾ വന്നത് സൂം മാൾ. It's so close. Chapan. Our closest. ഇവിടെ ഓൾഡ് സൂം മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് ഒരു 9 മണിയാകുമ്പോഴാണ്. പക്ഷേ അതിൻ്റെ മുമ്പ് തന്നെ ആളുകൾ ഷോപ്പെല്ലാം ക്ലോസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ ലാസ്റ്റ് ടൈം 9 മണിയാണ്.
അങ്ങനെ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ബാൻഡേജൊക്കെ വാങ്ങിച്ച് വന്നാണ്. പെയിന് കുറച്ച് കുറവുണ്ട്, എന്നാലും നടക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ട്. ബാൻഡേജ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ആശ്വാസം ഉണ്ടാവും അല്ലേ വിജു? അങ്ങനെ നമ്മൾ മൊത്തം ഇവിടെ ഒക്കെ കറങ്ങി. ഇവിടെ കുറേ ഷോപ്സ് എല്ലാം ഉണ്ട് കേട്ടോ, നല്ല രസമുള്ള. ഇത് ശരിക്കും രണ്ട് ഓൾഡ് ഇപ്പോൾ നമ്മൾ എന്താ പറയാ, ഓൾഡ് മാളും ന്യൂ മാളും എന്ന് പറഞ്ഞ രണ്ട് ഏരിയ ഉണ്ട്. ഒരു മാളിന്റെ തന്നെ സെയിം ഒരു സൈഡില് ഓൾഡ് വേർഷൻ ഓഫ് എന്താ പറയാ ഈ മാളുള്ളത്. ഓൾഡ് ഇതിൽ പറഞ്ഞിട്ട് അവര് 9 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. അതെ, പിന്നെ ഇവര് ന്യൂ മാള് ന്യൂ സെക്ഷനിൽ അവര് 10 മണി വരെയാണ്. അവിടെ നമ്മൾ 10 മണി വരെ ഏകദേശം കറങ്ങി കുറച്ച് ഷോപ്പിംഗ് ചെയ്തു. ലിഫ്റ്റും കാര്യങ്ങളൊക്കെ അവര് സ്റ്റോപ്പ് ചെയ്തു ഓൾറെഡി. അപ്പൊ കഴിഞ്ഞ് നമ്മൾ നേരെ ഇനിയിപ്പോ കഴിഞ്ഞു, ഹോട്ടലിലോട്ട് പോവാണ്. കഴിഞ്ഞു. ഏകദേശം ടൈം ഒരുപാടായി. നമ്മൾ രാവിലെ തുടങ്ങിയ നടത്താണ്. നല്ല തണുപ്പുണ്ട്. ആക്ച്വലി അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്തതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ പുറത്ത് ഇറങ്ങുമ്പോൾ ഭയങ്കര തണുപ്പാണ്. എന്താ പറയുക, സിറ്റിക്കകത്താണ് പറയുമ്പോൾ, പക്ഷെ എന്നിട്ടും നല്ല തണുപ്പുണ്ട്. അപ്പോൾ പിന്നെ നമ്മളെന്തായാലും ഇന്നത്തെ പരിപാടികൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഭക്ഷണം കഴിക്കാനുണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ റൂമിലേക്ക് പോയിട്ട് നല്ല ലാവിഷായി കിടന്നുറങ്ങും. നാളെ രാവിലെ എങ്ങോട്ട് പോകണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഇനി എയർപോർട്ടിൽ പോകുന്ന ബൈക്ക് നമുക്ക് റഷ്യൻ ചർച്ചിലേക്കോ എവിടെയെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പോകും. ടൈം ഉണ്ടെങ്കിൽ രാവിലെ നമ്മൾ പോകുന്ന എയർപോർട്ടിൽ ഇറങ്ങുന്ന ടൈമിങ്ങിനെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പോകാൻ പറ്റുന്നതേ പോവാം. ഇല്ലെങ്കിൽ see you at Abu Dhabi. Abu Dhabi. Yeah. Mele. Yeah. അമ്മച്ചേ ഇത് വേച്ച് പറഞ്ഞതാണ്. അമ്മച്ചേ ഈ കാലില്ലേ ഫോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഫോൾഡ് ചെയ്യുമ്പോൾ പെയിൻ. ഞാനോ എങ്ങനെ പിടിച്ചു വന്നതാ. ഇനി ഞാൻ പോയിക്കോ, ഞാൻ അങ്ങനെ കയറി വന്നതാ. ഹോയ് ആഫ്റ്റർ ഇവിടെ റെയിനിങ്. Raining. Where is our car? Yeah, here. It's raining now. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പം സ്നോ ആയി മാറാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. നോക്കാം നമുക്ക്. ഗുഡ് മോർണിംഗ്. സോ നമ്മൾ ഇന്ന് ഈ റൂമിൽ ചെക്കൗട്ട് ചെയ്യാണ്. ചെക്കൗട്ട് ചെയ്ത് നേരെ പോകുന്നത് എയർപോർട്ടിലോട്ട്. നമ്മൾ അസൻ ബ്രോ താഴെ വന്നിരുന്നുണ്ട്. ഇത് കണ്ട പുറത്തുള്ളൊരു കാലാവസ്ഥ ഉണ്ട്. അപ്പോൾ നല്ല കൂളായിട്ട് മിക്കവാറും ഇവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ സ്നോഫാൾ ഉണ്ടാവും. അല്ലേ വെച്ചോ? യോഗല്ല മുനിയെ, യോഗല്ല നമ്മൾ നമുക്ക് എവിടെ പോയാലും ഇതാണ് അവസ്ഥ. കഴിഞ്ഞ വർഷം ജോർജിയ പോയപ്പോഴും സ്നോഫാൾ ഉണ്ടാവും വിചാരിച്ച് പോയി, കിട്ടിയില്ല. വെച്ചു. അപ്പം ഇതാണ് നമ്മളെ ഹസൻ ബ്രോ. സോ ഹീ ഈസ് ദ ടൂർ ഗൈഡ് ഹിയർ. സോ ഹി വിൽ ഹെൽപ്പ് യു ഫോർ ഓൾ ദ ടൂറിസ്റ്റ് പ്ലേസ് വേർ യു വാണ്ട് ടു വിസിറ്റ്.
Yeah, you're welcome. You're welcome. You want to say something? No. I think that you enjoyed. Yeah. Yeah, we Korea enjoyed very well. Yeah, It was so. it's so beautiful nice. trip, Yeah, it's beautiful trip. Yeah, Yeah. you're welcome. I will wait you in summer. Sure, we will see you. See you, bro. Thank you. Thank you. നമ്മൾ ഹസൻ ബ്രോൻ്റെ കോൺടാക്ട് ചെയ്താൽ മതി ആരെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മൾ ലഗേജൊക്കെ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. നമ്മൾ ചെക്കൗട്ട് ചെയ്ത് ഡയറക്റ്റ് എയർപോർട്ടിൽ പോവാണ്. കാരണം ഇവിടുന്ന് 3 o'clock 3:15 ഫ്ലൈറ്റ് വരുന്നത് നമ്മുടെ ടൈമിങ് വിസയറിൻ്റെ. പക്ഷേങ്കിൽ നമുക്ക് പെട്ടെന്ന് പോകേണ്ടതുണ്ട്. ഇവിടെ ചെറിയ എയർപോർട്ടാണെങ്കിലും ഒരുപാട് ടൈം ഭയങ്കര ലാഗിങ് ആണ് എയർപോർട്ടിൽ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകണം. അപ്പോൾ സി യു അറ്റ് അബുദാബി. ഹലോ, നമ്മളിവിടെ കഴിഞ്ഞ് ഫ്ലൈറ്റോട് ചേർന്നു. ശരിയോ എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? സൂപ്പർ. ക്ലൈമറ്റ് മിസ് ചെയ്യും അല്ലേ? അതെ, സ്നോഫാൾ മാത്രമേ കിട്ടിയില്ല. അതെ, പക്ഷേ നമുക്ക് സ്നോഫാൾ മാത്രമേ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അതിന് വീണ്ടും ഒരു ദിവസം വരണം. അത്രേ ഉള്ളൂ. മഴ Good morning.